തൃശൂർ ചാവക്കാട് അക്യുപഞ്ചർ ചികിത്സയിലൂടെ മരണപ്പെട്ട മുഹ്സിന 7ാമത്തെ പ്രസവം അക്യുപഞ്ചർ ചികിത്സയാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഭർത്താവായ ഇബ്രാഹിമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. കുട്ടി 7 ദിവസമായപ്പോൾ കുട്ടി മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ശരീരം മൊത്തത്തിൽ മുറിവുകൾ, പുഴുഞ്ഞവിക്കണ രീതിക്കായിരുന്നു കാണപ്പെട്ടത്. 6 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് 37-കാരിയായ മുഹസിന. 7ാമത്തെ പ്രസവം വീട്ടിൽ വൈദ്യസഹായമില്ലാതെയാണ് നടന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞു മരിച്ചു. അവശയായ യുവതിയെ ബന്ധുക്കളെ കാണാൻ പോലും അനുവദിച്ചില്ലെന്നാണ് ആരോപണം. 7 മക്കളായിരുന്നു. അതിൽ 3 പേര് നേരത്തെ മരിച്ചിട്ടുണ്ട്. ഒന്ന് അബോർഷനാണ്, 2 ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ 7, 10, 12 മക്കള്. ഇപ്പോഴും ഉണ്ടോ മനുഷ്യരിങ്ങനെ 7 മക്കള്? 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. കഷ്ടം. ഇന്നൊന്ന് ജനുവരി തുടക്കത്തിലാണ് ഒരു കുട്ടി പ്രസവിച്ച 6 ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടത്. കാരണം വീട്ടിലായിരുന്നു ആ പ്രസവം എടുത്തത്. ഹസ്ബൻഡ് അക്യുപങ്ചറിസ്റ്റാണ്. അപ്പോൾ വീട്ടിലെടുത്ത പ്രസവത്തെ തുടർന്നാണ് കുറച്ചധികം ഈ പ്രസവ ശേഷം ഉണ്ടാവുന്ന ശുശ്രൂഷകളുണ്ടല്ലോ, ആ സമയത്ത് അതിൽ സംഭവിച്ച വീഴ്ചകളാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലെത്തിയ മുഹസിനയുടെ മാതാപിതാക്കളാണ് അവശനിലയിലായ മകളെ ആശുപത്രിയിലെത്തിക്കുന്നത്. ശരീരമാസകലം വ്രണം വന്ന് പുഴുവരിച്ച നിലയിലായിരുന്നു യുവതി. അവസാനത്തെ പ്രസവത്തിലാണ്. ഭർത്താവ് അക്യുപഞ്ചറാണ്, അക്യുപഞ്ചർ ചികിത്സ നടത്തുന്ന ആളാണ്. അയാൾ ഗ്രൂപ്പായിട്ട് അങ്ങ് ഇറങ്ങും. ഇതിന് പിന്നിൽ ഗ്രൂപ്പായിട്ട് ആളുകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെല്ലാവരും കൂടി സെറ്റായിട്ട് നിന്നുകൊണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നും കൊണ്ട് അവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാവരും കൂടെ ചേർന്നാണ് ഈ പെൺകുട്ടിയെ ഇങ്ങനെ ആക്കിയത്. 6 പ്രസവം ആശുപത്രിയിലാണ് എന്നും പറയപ്പെടുന്നു ഈ കള്ളനായ ഇബ്രാഹിം. ഈ പറഞ്ഞതുപോലെ അത് കുട്ടിയെടുത്ത് ചാപ്പിള്ള കട്ട് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ വീട്ടിലാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ തുടർന്നുള്ള ഇൻഫെക്ഷനാണ് ശരീരത്തെ വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. അവരെ പുറത്തൊരു മുറിവുണ്ട്. ഒരു മുറിവ് പൊട്ടിയിട്ട് ഡോക്ടർമാർ നമ്മളോട് സംസാരിച്ചത് ആ മുറിവ് പഴുത്ത് അതിൽ നിന്ന് പുഴുവരിക്കുന്ന അവസ്ഥയിലാണ് ആശുപത്രിക്ക് എത്തിയതെന്നാണ്. ഇന്നലെ ഇൻക്വസ്റ്റിൻ്റെ സമയത്ത് നമ്മളത് കണ്ടു. ഇന്നലെയാണ് മുഹസിനയുടെ മരണം സംഭവിച്ചത്. ഒരു മുറിവ് വലിയ ഇതായിട്ട് അങ്ങ് പുഴുവരിക്കണ രീതിക്കായിരുന്നു, അങ്ങ് പുഴുഞ്ഞവിക്കണമെന്ന് ആ കണക്കിന് ആ കുട്ടിയുടെ ശരീരം അങ്ങനെ ആയി. എന്നിട്ട് പോലും യവൻ, ഈ പിശാചായ ഇബ്രാഹിം എന്ന് പറയുന്ന യവൻ, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ, ഇത് അന്ധവിശ്വാസമാണ്, ഇതിങ്ങനെയുള്ള ചികിത്സ നടത്തിയാൽ അസുഖം കുറയും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓടാറുണ്ട്. പ്രസവമൊക്കെയാണ് കളിച്ച കാര്യം. ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ 2-3 സ്ത്രീകൾ ഇങ്ങനെ മരണപ്പെട്ടു. വീട്ടിലെ പ്രസവം, ഭർത്താവ് അക്യുപഞ്ചറാണ്, പ്രസവം എടുത്തതോടുകൂടി അങ്ങനെ പെൺകുട്ടികളൊക്കെ മരണപ്പെട്ടു. അതിനുശേഷവും ഇത് ഒരുപാട് പേര് രംഗത്ത് വന്ന് ഇനി ഇത് നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്താണ് ഫലം? നിർത്തലാക്കിയോ? ഇല്ല. സംഭവത്തിൽ ചാവക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലുടൻ തുടർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുഹസിനയുടെ ബന്ധുക്കൾ അറിയിച്ചു. 24 തൃശൂർ. ഈ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പെൺകുട്ടി പറയണതായിട്ട് ഭർത്താവ് ഇബ്രാഹിം പുറത്തുവിട്ടു. ഇത് യവൻ, ഈ കള്ളനായ ഇബ്രാഹിം ഈ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നുള്ളത് അറിയാം. ഈ കുട്ടി പേടിച്ച് പറയുന്നുണ്ട്, അവൻ എന്നെ നോക്കും അപ്പം എന്നൊക്കെ ഉള്ള കാര്യം. അപ്പം അത് നീയാണ് ഇപ്പൊ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നത് നീ തന്നെയാണ്. നീ എന്നോട് അവൻ ചമയ്ക്കുന്നുണ്ട്, അവൻ ഇരുന്ന് പറയിപ്പിക്കണതാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെടണ, എന്തെങ്കിലും ഡോക്ടറെ കാണിക്കണ, എന്തെങ്കിലും ചെയ്യണ എന്നൊക്കെ ഉള്ളത്. അപ്പോഴൊക്കെ ഞാൻ എന്നോട് പറയാണ് ചെയ്തേക്കണത്, ഇത് ശരിയാവും, ഇൻഷാ അല്ലാഹ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പഴുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന ലെവലിൽ ഞാൻ പഴുപ്പ് ആ പഴുത്ത് കിടക്കുകയാണ് ഈ പെൺകുട്ടി. അത് അങ്ങനെയുള്ള രീതിക്ക് അതിനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, യവൻ നല്ലവനായ ഉണ്ണിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പോഴും ഈ പെൺകുട്ടി പറയണ സമയത്ത് പഴുത്തിരിക്കുകയാണ് ശരീരം. കഷ്ടം. എന്നിട്ട് പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള മനസ്സ് കാണിച്ചില്ലല്ലോ. എന്നോടാണ് സംസാരിച്ചത്. എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. നീ എന്നെ നോക്കുന്നിടത്തോളം നേരം വേറെ ഒരു ഓപ്ഷനും അൽഹംദുലില്ലാഹ് ഇല്ല.
നിന്റെ പേരില് അവനറിയായിരിക്കും ഈ കുട്ടി മരിക്കുമെന്നുള്ളത്. എങ്ങനെയെങ്കിലും മരിക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരുത്തനാണ് എന്നാണ് തോന്നണത് ഈ സംസാരത്തിൽ നിന്ന്. അതുകൊണ്ടാണല്ലോ ഇവൻ പറയിപ്പിക്കണത്, ഭീഷണിപ്പെടുത്തി പറയിക്കുന്നതാണ് എന്ന് വേറെ ന്യൂസിൽ കേട്ടായിരുന്നു. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് പുറത്തുള്ള കാര്യമില്ല കേട്ടാ. എന്റെ മോനെ നല്ല നിലയിൽ തന്നെയാണ് നോക്കിയേക്കുന്നത്. ഒരു കുറവും മോനെന്നൊക്കെ വിളിക്കാനൊക്കെ പറഞ്ഞു കൊടുത്തത് ആരാണോ ആവോ വരുത്തിയിട്ടില്ല. ഒരു ഭർത്താവ് ഭാര്യയെ നോക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ലെവലില് നീ എന്നെ കെയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. വേറെ ഒരു ഭർത്താക്കന്മാരും ഇങ്ങനെ നോക്കിയിട്ടില്ല. അത്ര രീതിക്കാണ് നീ എന്നെ നോക്കിയത് എന്ന് വരെ ഈ പെൺകുട്ടിയെ കൊണ്ട് യവൻ പറയിപ്പിച്ച്. യവൻ്റെ ഈ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലുള്ളവർ കൂടെ ചേർന്ന് ഈ വോയിസ് ഈ പെൺകുട്ടിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇത് മരിക്കണതിന് മുമ്പ്, അതായത് പുഴുവരിച്ച് കിടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ കൊണ്ട് പറയിച്ചതാണ്. ഈ 7ാമത്തെ പ്രസവത്തിലുള്ള കുട്ടിയാണ് അക്യുപഞ്ചർ ചികിത്സയിലൂടെ വീട്ടിൽ പ്രസവിച്ചതെന്ന് പറയുന്നു. ആ കുട്ടി മരണപ്പെട്ടു. അതിനു മുമ്പും 6 പ്രസവത്തിൽ 2-3 കുട്ടികളൊക്കെ മരണപ്പെട്ടായിരുന്നു. മൂസിനാര് സഹോദരൻ പറയുന്ന വാക്കുകൾ, അതായത് ഇവരെ വീട്ടുകാർ ഈ കല്യാണം കഴിപ്പിച്ച് വിട്ടെന്നുള്ളതല്ലാതെ പിന്നെ ഇവർ അങ്ങോട്ട് സഹകരണം ഇല്ല. അതിന് പറയുന്ന ഈ ഭർത്താവ്, മൂസിനായുടെ ഭർത്താവായ ഇബ്രാഹിം, അയാൾക്ക് വീട്ടുകാരുമായിട്ട് സഹകരിക്കണത് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറയണത്. അവൻ ഈ കുട്ടിയുടെ വീട്ടിലോട്ട് വിടുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. അപ്പം ഇവൻ ഇങ്ങനത്തെ ഒരു ക്രിമിനൽ ആയതുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സഹകരിക്കാൻ സമ്മതിക്കാത്തത്. അപ്പോഴേ അങ്ങനെ ആവുമ്പോൾ ഇവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പം നിനക്ക് വീട്ടുകാരില്ല, നിൻ്റെ വീട്ടുകാർ ഒന്നിനും വരാറില്ല എന്നുള്ളത് അവന് ബോധ്യപ്പെടുത്താമല്ലോ. ഈ പെൺകുട്ടി അങ്ങനെ നിരന്തരം ഇവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സഹോദരൻ പറയണ വാക്ക് കേൾക്കാം. മരണപ്പെട്ടത് എൻ്റെ പെങ്ങളാണ്. അപ്പോൾ പെങ്ങള് ഒരു 3-4 ദിവസം മുമ്പ് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് മരിച്ച പെൺകുട്ടിയുടെ സിസ്റ്ററും കൂടി ആ വീട്ടിൽ ചെന്നിരുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടത് ആരാസമാകുന്ന സിറ്റുവേഷനാണ് കണ്ടത്. അങ്ങനെ അവർ അവിടുന്ന് ബലം പ്രയോഗിച്ച് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന നേരത്ത് അവൻ സമ്മതിക്കണില്ല. ഒരു വിധത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. ഈ കുട്ടി അവരെ വീട്ടിൽ നിന്ന് എങ്ങനെയോ എന്തോ പറഞ്ഞറിഞ്ഞും കൊണ്ട് ബന്ധുക്കാരോ ചെന്നപ്പോൾ പുഴുവരിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോയപ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല. ബലപ്രയോഗം നടത്തിയാണ് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അപ്പോഴൊന്ന് മനസ്സിലാക്കിക്കൂടെ, ആ ശബ്ദ സന്ദേശമൊക്കെ ഇവൻ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്. ഈ അക്യൂപഞ്ചർ എന്ന് പറയുന്ന ഒരു സാധനം, ഈ ചികിത്സ അങ്ങ് നിർത്തലാക്കണം, അതാണ് നല്ലത്. ഇങ്ങനെയുള്ള ഒരുപാട് ചികിത്സകൾ ആളുകളെ പറ്റിച്ചും കൊണ്ട് ജനങ്ങൾ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോവാതിരുന്ന അസുഖം മാറും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരും അങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എന്തിനാണ് ഈ ആശുപത്രി വെച്ചിരിക്കുന്നത്? ഈ സാധാരണക്കാർ പാവങ്ങൾക്കായിരുന്നാലും ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളുണ്ട്, അവിടെ നിങ്ങൾക്ക് പോവാമല്ലോ. ഇല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അത് ചിലപ്പോൾ സാധാരണക്കാരെ കൊണ്ട് പോകാൻ പറ്റൂലായിരിക്കും. പാവങ്ങളെ ആശ്രയിക്കുന്നതാണല്ലോ ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങൾ. അങ്ങനെയുള്ളിടത്ത് നിങ്ങൾക്ക് പോവാമല്ലോ. എന്തിനാണ് ഇങ്ങനെയുള്ള ചികിത്സകൾ നടത്തുന്നത്? പിന്നെ ഈ പെൺകുട്ടിയെ ആ ഒരു ലെവലിൽ കല്യാണം കഴിച്ച് അയച്ചു. അക്യുപഞ്ചർ ചികിത്സ നടത്തുന്ന ഒരാളിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചു. അപ്പം അതുകൊണ്ട് അയാൾ അയാളെ കീഴിൽ കിടന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു കൊണ്ടാണ് കിടന്നത്. എന്നാലും പണ്ടൊക്കെയാണ് ഈ 7, 8, 10, 12 പ്രസവമൊക്കെ ആ കുട്ടി ഒരുപാട് അനുഭവിച്ചു. ഇപ്പോൾ ഉള്ളവരങ്ങനെ ചെയ്യോ? ഇതെന്തൊരു ക്രൂരതയാണ് ഇത് കാണിക്കുന്നത്. പെൺകുട്ടിയുടെ ഭർത്താവ് ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ അതിന് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ബലം പ്രയോഗിച്ച് ദയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ദയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, നേരെ അവർ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നീട് അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഇന്നലെ പുലർച്ചെയാണ് മുസ്ലിം മരണപ്പെട്ടത്. മൊത്തം 7 മക്കളായിരുന്നു. അതിൽ 3 പേര് നേരത്തെ മരിച്ചിട്ടുണ്ട്. ഒന്ന് അബോർഷനാണ്, 2 ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഒരാൾ 3 വയസ്സുള്ളൊരു കുട്ടി ഫുഡ് പോയിസൺ ഇൻഫെക്ഷൻ ആയിട്ട് തന്നെയാണ് മരണപ്പെട്ടത്, ചികിത്സ ഇല്ലാതെ മരണപ്പെട്ടതാണ്.
പിന്നെ ഇതിന് ഇങ്ങനെയൊക്കെ ഈ കുട്ടിയൊക്കെ അസുഖം വന്നാലും കൊണ്ടുപോകില്ല. ഇവൻ കള്ളനാണ്. ഇവൻ പറയണത് ആ ബാക്കിയുള്ള പ്രസവമൊക്കെ വീട്ടിലായിരുന്നു, ആശുപത്രിയിലായിരുന്നെന്നാണ് പറയുന്നത്. വെറുതെയാണ്. വീട്ടിൽ അവൻ എടുത്തിട്ടുണ്ട്. ഇവൻ ഇതിനായിട്ട് ഒരു സ്ത്രീയെ നിയമിച്ചു, ആ സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഭാര്യയുടെ ശരീരം ഡോക്ടർ കാണും എന്നൊക്കെ പറഞ്ഞാണ് ഇവർ കൊണ്ടുപോവാത്തത്. എന്നിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള ചികിത്സ വീട്ടിൽ നടത്തുന്നത്. ജനുവരി തുടക്കത്തിലാണ് ഒരു കുട്ടി പ്രസവിച്ച 6 ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടത്. ആ പ്രസവത്തെ തുടർന്നാണ് മുഹ്സിനക്ക് പ്രശ്നം അധികമായത്. കാരണം വീട്ടിലായിരുന്നു ആ പ്രസവം എടുത്തത്. ഹസ്ബൻഡ് അക്യുപങ്ചറിസ്റ്റ് ആണ്. അപ്പോൾ വീട്ടിലെടുത്ത പ്രസവത്തെ തുടർന്നാണ് കുറച്ചധികം ഈ പ്രസവ ശേഷം ഉണ്ടാവുന്ന ശുശ്രൂഷകളുണ്ടല്ലോ, ആ സമയത്ത് അതിൽ സംഭവിച്ച വീഴ്ചകളാണ്. അവര് സത്യത്തിൽ കല്യാണം കഴിഞ്ഞത് മുതൽ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞത് മുതൽ അവര് പൂർണ്ണാർത്ഥത്തിൽ കുടുംബ ബന്ധങ്ങളൊക്കെയും മുറിച്ച് കളയുന്ന ഒരു സ്വഭാവത്തിലുള്ള നിലപാടുക്ക് അവർ ആദ്യം പോയത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾ അപ്പോൾ കുട്ടിയുടെ മരണം ഉണ്ടായ സമയത്ത് ഞങ്ങളിത് അന്വേഷിച്ച് ചെല്ലുന്ന നമ്മളോട് തീർത്തും എന്താ പറയാ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്നവർക്കും ഒരു ഭാരമായി കാണുകയും. ഇവരെ ബന്ധുക്കാരെയൊന്നും അവൻ അങ്ങോട്ട് അടുപ്പിക്കൂല. എന്തെങ്കിലും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യണത്. അവരെ അടുപ്പിക്കാതെ ഇരുന്നപ്പോൾ ഈ കുട്ടിയെ ഒറ്റപ്പെടുത്തി അവൻ അതിനകത്തിട്ട് അതിൽ നിന്നും മുതലെടുത്തു. ഇതാണ് അവിടെ നടന്നത്. കള്ള ഹിമാറ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ആട്ടി ഓടിക്കാന്ന് തന്നെ പറയാം. ആ അർത്ഥത്തിലുള്ള ഒരു എൻഗേജ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. പിന്നെ ഡിസ്റ്റന്റ് ആയിട്ട് അവർ PG ചെയ്തിട്ടുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എനിക്ക് ധാരണയില്ല, എത്രയാണ് എന്തോരം പഠിച്ചിട്ടുണ്ടെന്നുള്ള ധാരണ എനിക്കില്ല. അക്യുപങ്ചറിസ്റ്റ് ആണ് അദ്ദേഹം. തിരൂര് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ഘട്ടത്തിൽ. അങ്ങനെ ആ കുട്ടി മരണപ്പെട്ട കേസ് ഉണ്ടല്ലോ, ഇതെടുത്ത് കുട്ടി മരണപ്പെട്ട ശേഷം തിരൂരത്തെ പ്രാക്ടീസ് നിർത്തി എന്നാണ് നമ്മുടെ അറിവ്. അതുവരെ തിരൂര് പ്രാക്ടീസ് ചെയ്തിരുന്നുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ട്. അല്ല, അവസാനത്തെ പ്രസവമാണ് വീട്ടിലെടുത്തിട്ടുള്ളത്. ബാക്കി 6 പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു എന്നാണ് നമ്മുടെ ഒരു അറിവ്. അതിൽ അവസാനത്തെ പ്രസവത്തിലാണ് അത് അറിവേ ഉള്ളു. 6 പ്രസവവും ആശുപത്രിയിലായിരുന്നു, അവസാനത്തെ പ്രസവമാണ് അക്യുപങ്ചർ ചികിത്സയിലൂടെ വീട്ടിലെടുത്ത് എന്നുള്ളത് ഒരു അറിവേ ഉള്ളൂ. എന്തായാലും മൂസിന മരണപ്പെട്ടു. അത് കുട്ടിയെടുത്ത് ചാപ്പിള്ള കട്ട് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ വീട്ടിലാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ തുടർന്നുള്ള ഇൻഫെക്ഷനാണ് ശരീരത്തെ വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. അവരെ പുറത്തൊരു മുറിവുണ്ട്. ഒരു മുറിവ് പൊട്ടിയിട്ട് ഡോക്ടർമാര് നമ്മളോട് സംസാരിച്ചത് ആ മുറിവ് പഴുത്ത് അതിൽ പുഴുവരിക്കുന്ന അവസ്ഥയിലാണ് ആശുപത്രിക്ക് എത്തിയതെന്നാണ്. ഇന്നലെ ഇൻക്വസ്റ്റിന്റെ സമയത്ത് നമ്മളത് കണ്ടു. അതായത് കുഴിഞ്ഞ് എല്ല് കാണുന്ന വിധത്തിലാണ്. ഒരു മുറിവ് ഭയങ്കരമായിട്ട് അങ്ങ് കുഴിഞ്ഞ് പുഴു അതിനകത്ത് ഞവിക്കണം. ബാക്കിയുള്ള മുറിവുകൾ ഒരുപാടുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തേല്. ഇപ്പം ഈ ഇബ്രാഹിമിനൊന്നും ചെയ്യണ്ടേ? ആ പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ? ഇനിയുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവനൊന്നും തോന്നിയില്ലേ? അപ്പോഴും ഡോക്ടർമാരാരും ഭാര്യയുടെ ശരീരം കണ്ടില്ലായിരുന്ന. ഇനി 3 കുട്ടികൾ ആദ്യമേ മരണപ്പെട്ടു. പിന്നെ അതിനൊക്കെ ചികിത്സ കിട്ടാതെയാണ് മരണപ്പെട്ടത്. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതിനെയൊന്നും ആശുപത്രിയിൽ കൊണ്ടുപോകില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു പെൺകുട്ടിയെ ഇട്ടിരുന്നത്. അതിനെക്കൊണ്ട് അടിച്ചാണ് യവൻ ഈ റെക്കോർഡൊക്കെ പുറത്ത് വിടിയിപ്പിച്ചത്. യവൻ്റെ കൂടെ ഉള്ള കുറേ അക്യുപഞ്ചർ ചികിത്സയെന്നും പറഞ്ഞ് കുറേ കൂട്ടായ്മകളുണ്ട്. അതെല്ലാം കൂടി ചേർന്നാണ് ഇത് ചെയ്തത്. നിലവിൽ ഇനി എത്ര? ഇനി 3 കുട്ടികളാങ്ങണ്ട ഉണ്ടെന്ന് തോന്നുന്നു. കഷ്ടം. അതിനൊന്നും ഉമ്മ ഇല്ലാതെ ആയില്ലേ? കമർന്നെടുക്കാൻ കഴിയില്ല ഒരാൾക്ക്. മലർന്നെടുക്കാൻ കഴിയില്ല, കമർന്ന് എടുക്കണം. ഒരു വാട്ടർ ബെഡിൽ കമർന്ന് കിടക്കുന്ന ഒരു പേഷ്യന്റ്, ആ ഒരു എന്താ പറയാ കെടുത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശരീരത്തിൽ മുറിവുകളായിട്ടിരിക്കുന്നുണ്ട്. ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു സമയത്ത്. അത് കമിഴ്ന്നാണ് കിടക്കുന്നത്. അത് മരിച്ചതിന് ശേഷം ഈ മൂസിനെ കമിഴ്ന്ന് കിടക്കേണ്ട ഒരവസ്ഥ വന്നു. മലർന്ന് കിടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അപ്പം എത്രയും നാളുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ പുഴുവരിച്ച് മലർന്ന് കിടക്കുന്നതായിരിക്കാം. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. ഇങ്ങനത്തെ പിശാചുകളുണ്ടല്ലോ എന്നുള്ളത് ഓർമ്മിക്കുമ്പോഴാണ്. ഇതിലൂടെ കുറേ അറിവ് പഠിച്ച് ബോധം പഠിച്ച് അറിവും ബോധവും ഉള്ളവന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും. എന്തോന്ന് അറിവും ബോധവും. ഇവനാണ് ഈ പിശാച്. ഊശാൻ താടിയും വെച്ച് നിൽക്കണ കണ്ടാലേ അറിയാം. കള്ളന് കഞ്ഞി വെച്ചവൻ. നല്ലൊരു പെൺകുട്ടി, പാവം. അവൻ്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഈ പെൺകുട്ടി അവിടെ ഇട്ടിരുന്നു. എന്തെങ്കിലും അസുഖം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഞാൻ വലുതാണ്, ഞാനിപ്പോൾ അക്യുപഞ്ചർ ചികിത്സയിലൂടെ ഞാൻ എല്ലാം നേടിയെടുക്കും. അത് എന്തോ ഒരു വെല്ലുവിളി പോലെയാണ്.
ഞാൻ അക്യുപഞ്ചർ ചികിത്സ നടത്തി, എൻ്റെ ഭാര്യ അക്യുപഞ്ചർ ചികിത്സയിലൂടെയാണ് പ്രസവിച്ചത്, കണ്ട എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ഇടക്കാലത്ത് പ്രസവിച്ച് അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ വന്നായിരുന്നു. പിന്നെ അതിനെന്തോ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അത് ശരിയാണ്, വീട്ടിൽ പ്രസവിച്ച് നിങ്ങൾ നല്ലതുപോലെ പ്രസവം എടുത്ത് കുട്ടി ഒരു പക്ഷേ ജീവനോടെ ഉണ്ടെങ്കിലും, കുട്ടിയും തള്ളയും ജീവനോടെ കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് തന്നെ അങ്ങ് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നാലും അതുപോലെ വാക്സിൻ എടുക്കുന്ന കാര്യം, പിന്നെ അവർ വാക്സിൻ എടുക്കാനായിട്ട് ആശുപത്രി തേടാൻ പോയി. അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ വന്നായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രസവം എടുത്താൽ നിങ്ങൾക്ക് തന്നെ അങ്ങ് ചെയ്യാമല്ലോ, പിന്നെ എന്തിനാണ് ആശുപത്രിയെ സമീപിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ക്രിമിനലിൻ്റെ ഒരു ലുക്കുണ്ട് അവന്, ഇബ്രാഹിം എന്ന് പറയുന്ന യവന് ഒരു കള്ള ലക്ഷണമുണ്ട്. യവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. യവനെ ശിക്ഷിക്കണം, ഇങ്ങനെ ഉള്ളവന്മാരെ ശിക്ഷിക്കുക തന്നെ വേണം. ഉഷ താടിയും വെച്ച് തൊപ്പിയും വെച്ച് നിൽക്കണ കണ്ടില്ലേ.